Hello developers, welcome back to the next video. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. നിങ്ങൾ ഡാർട്ട് പാഡിനെ യൂസ് ചെയ്താൽ മതി. ഞാൻ VS കോഡ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫൈനൽ ആൻഡ് കോൺസ്റ്റ് അങ്ങനെ രണ്ട് ഡാറ്റ ടൈപ്പാണ് പറയാൻ പോകുന്നത്. ഫൈനലും കോൺസ്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ കോഡിൽ ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സാധനത്തെ സ്റ്റോർ ചെയ്യണം. ഇപ്പൊ നെയിം, സ്റ്റുഡന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റിന്റെ നെയിം, ആ നെയിം എന്നാണ് ആ കുട്ടി അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫൈനൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റ് ഉപയോഗിക്കാം. അപ്പം ഫൈനൽ നമ്മളിപ്പം ഒരു ഫൈനൽ പറഞ്ഞത് ജി, നമ്മളെ ആക്സിലറേഷൻ ഇട്ടിട്ട് ഗ്രാവിറ്റി ഇല്ലേ, അതെ ജി. ഫൈനൽ ജി സമം എത്രയാണ്? 9.8. ഞാൻ 9.8 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 9.8 നമുക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യാം കേട്ടോ. 9.8 ആയിട്ട് ഫൈനൽ എന്തായിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ്. അതിന് ഞാൻ പ്രിന്റ് ചെയ്തു, ജീനെ പ്രിന്റ് ചെയ്തു. ഇനി എനിക്ക് ഈ ജീനെ ഈ കോഡിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല, റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. 9.8 ഓക്കെ. നമുക്ക് ഇനി ഈ ജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ അതേ സെയിം ഫീച്ചർ തന്നെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കാണ്ടെങ്കിലും കോൺസ്റ്റ് ഉപയോഗിക്കണം. ഒരു കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റ് പൈ ഈക്വൽ ടു പൈന്റെ വാല്യൂ എത്രയാണ്? 3.14. ഓക്കെ, 3.14. ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിന്റ് പൈ പ്രിന്റ് ചെയ്താൽ എനിക്ക് എന്താണ്, അതിനാണ് എനിക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് പൈ ഈക്വൽ ടു 6.6 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീറൈറ്റ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഞാനിത് പ്രിന്റ് ചെയ്തു. ഓക്കെ, പൈന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഫൈനലും എന്താണ് കോൺസ്റ്റും ഞാൻ പറഞ്ഞു. ഓക്കെ, ഫൈനൽ എന്താണെന്നും കോൺസ്റ്റ് എന്താണെന്നും പറഞ്ഞു. അത് റീറൈറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്, റീറൈറ്റ് ചെയ്യാത്ത എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഫൈനൽ കോൺസ്റ്റ് ഉപയോഗിക്കും. ഇനി എന്താണ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്? ഫൈനലും കോൺസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോൺസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ കോഡ് റൺ ചെയ്യല്ലോ, അതായത് റൺ ചെയ്യുമ്പോൾ അത് കമ്പൈലേഷൻ നടത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ കോൺസ്റ്റ് നമ്മൾ അവിടെ ഇനിഷ്യലൈസ് ചെയ്യും. പക്ഷെ ഫൈനൽ ആവുമ്പോൾ നമ്മൾ എപ്പോഴാണോ ഫൈനലിൽ വിളിക്കുന്നത്, ഇപ്പൊ ഫൈനൽ ജി ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തെങ്കിലും ഈ പ്രിന്റ് ജി, ഈ ജീനെ വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, ഇതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓരോ വേരിയബിളും സ്റ്റോർ ചെയ്യാൻ മെമ്മറി വേണം. അപ്പൊ ഈ 9.8 എന്ന് പറഞ്ഞത് ഈ ഡാറ്റ ടൈപ്പിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ജീനെ വാല്യൂനെ വിളിക്കുമ്പോൾ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനലി മെമ്മറി ഒക്കെ അലോക്കേറ്റ് ചെയ്യുള്ളൂ, സ്റ്റോർ ചെയ്യും. പക്ഷെ പൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റ് എന്ത് ചെയ്യും, അത് ഇനിഷ്യലൈസ് ചെയ്യും. അപ്പം ഫൈനലും കോൺസ്റ്റും നമ്മൾ വ്യത്യാസം വെച്ചാൽ ഇത് നമ്മൾ കോഡിൽ വിളിക്കുമ്പോൾ മാത്രമേ ഫൈനൽ ഇനിഷ്യലൈസ് ചെയ്യുള്ളൂ. കോൺസ്റ്റ് ആകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇനിഷ്യലൈസ് ചെയ്യും. അത് നമുക്ക് ഇവിടെ പറയാം. അതായത് ഫൈനൽ ഈസ് ഇനിഷ്യലൈസ് അലോക്കേറ്റ് മെമ്മറി ഓൺലി when ആക്സസ് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ. കോൺസ്റ്റ് ഈസ് ഇനിഷ്യലൈസ് when കമ്പൈലേഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു കാര്യം പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.